പരിശുദ്ധാത്മാവ് ഒരാഴ്ചയായി എൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ ദിവസങ്ങളിലായി തന്ന ഒരു ദൂത് അല്പസമയം കൊണ്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I really desire to share with you a word that the Lord has been dealing with me on for the past week. കർത്താവിന് ഇന്ന് സഭയോട് സംസാരിക്കുവാനുള്ള ഒരു ഭാഗം സംസാരിച്ചു കഴിഞ്ഞു എന്നെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. I have a very great assurance that the Lord has already spoken one great section that God wants to give to the church. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ ജനം പടയിൽ തോറ്റുപോയി. Even when the people of God had the presence of God, they lost in the battle. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope that you remember the verse that I quoted last week. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത് യോശുവയുടെ പുസ്തകം 3:5 God was laying upon my heart the book of Joshua chapter. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. You must purify yourself. നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. And I will work wonders amongst you tomorrow. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ മക്കളെ, dear child of God, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, to purify ourselves. ആമേൻ. കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. May God enable us to do that. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ, when so many of our loved ones are passing away, എൻ്റെ മനസ്സ് ഒത്തിരി വേദനിച്ച ഒരാഴ്ചക്കാലമായിരുന്നു ഇത്. this was a very painful week for me. ഞാൻ സ്നേഹിച്ച ചിലരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. Some people that I love have been passed away from this earth. ഞാൻ സ്നേഹിക്കുന്ന ചിലർ രോഗത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന അനുഭവങ്ങളിൽ പലയിടങ്ങളിലായിരിക്കുന്നു. So many people that I love dearly are fighting sickness. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. And many of our beloved ones are fighting sicknesses in their bodies. കർത്താവേ, എന്താണ് അവിടുന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? Lord, what do you desire to speak? ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന് എന്തോ സംസാരിക്കുവാൻ ഉണ്ടായിരുന്നു. Just as we heard this morning, God had something to say. പക്ഷെ അത് നമ്മൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മളോടുള്ള ചോദ്യം. But the question is, are you understanding what God is saying? ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഇടയാകുമാറാകണമേ. Let our prayer become, Lord, open up our hearts so that we can receive what is being spoken to us in this season. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ആലോചനകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank Lord for the messages that are being brought forth in our church. ഇന്ന് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചതായിട്ടുള്ള അതേ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. I want to continue where I left off last week in Genesis chapter 22. ദൈവത്തോടുള്ള അനുസരണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. I'm talking about the topic of obedience. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ആൾ എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു. Whenever someone that was familiar to me was talking to me, he asked me a question like this. ഇപ്പോ നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാം അങ്ങ് മാറ്റിയോ, നിങ്ങൾ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ആയിട്ട് മാറിയോ എന്ന് ചോദിച്ചു. Have you moved aside the Old Testament or have you become a New Testament church? നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് തന്നെയാണ്. We are a New Testament church. എന്നാൽ നമ്മളുടെ ബൈബിൾ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും കൂടെ ചേർന്നതാണ്. But our Bible has an Old Testament and a New Testament. ഞങ്ങൾ രണ്ടുപേരും ചില ആഴ്ചകളിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്നും തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നും ഒക്കെ സംസാരിച്ചപ്പോൾ പഴയ നിയമം ഞങ്ങൾ വിട്ടോ എന്നൊരു ചോദ്യം ഞങ്ങളോട് വന്നു. And some people who were paying attention, they were seeing that we were focusing mostly on the New Testament, and they were asking, have you left aside the Old Testament? യാദൃച്ഛികമല്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് തരുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള ആലോചനകളാണ്. And I believe that it's providence that God has led us to speak from the Old Testament for the past few weeks. ഇതിനകത്തുള്ള 66 പുസ്തകങ്ങളിലുള്ള എല്ലാ വാക്കുകളും ദൈവത്താൽ ശ്വാസീയമാണ്. Every word within these 66 books are God inspired. ഇതിനകത്ത് ഒന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യന് അവകാശമില്ല, അധികാരമില്ല. No man has any authority to subtract or to add on to these words. ഇതിനകത്തെ എല്ലാ വാക്കുകളും ഇന്നലെയും ഇന്നും എന്നേക്കും കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് നമ്മളെ എടുക്കുന്നതുവരെയും ഈ ലോകത്തിൽ നമുക്ക് പ്രാവർത്തികമാണ്. And every single word that is inside of this book is sufficient and is useful for us until the Lord takes us up. കർത്താവിന്റെ വചനത്തിനായി കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തോത്രം ചെയ്യണം. Can we lift up our hands and give him thanks for the word of God? ഞാൻ ഒരു ചെറിയ വാഗ്ദത്തം സ്റ്റാൻലിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം എക്സർട്ട് ചെയ്യത്തില്ല എന്ന്. I told him that Stanley that I would not exert him too much. ഞാൻ എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ശ്രമിക്കാം, പക്ഷേ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if I will be able to fulfill that promise, but I will try. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്.
The word of God says that the spirit of the prophet is subject to the prophet. അതും ഒരു ശുശ്രൂഷകൻ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. And that is something that a preacher must learn. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നാൽ കഴിവതും ഞാൻ ശാന്തമായി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So I will try to minister the word of God calmly. അബ്രഹാമിനെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to bring Abraham before you. ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും വേളകളിൽ ഇന്ന് പകൽക്കാലം ഒത്തിരി ചോദ്യങ്ങളുമായി ഞങ്ങളെ കേൾക്കുന്ന പലരുമുണ്ട്. There are so many people that are listening to us that are going through difficult circumstances in their life. പ്രിയരെ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ ഞങ്ങളോടുള്ള ഏറ്റവും വലിയ വിമർശനം ഞങ്ങൾ പുൾപിറ്റിൽ നിന്ന് കറക്റ്റീവ് മെസ്സേജ് മാത്രമാണ് പറയുന്നതെന്നാണ്. The biggest objection that we get sometimes is that we only preach corrective messages from the pulpit. ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഈ വചനത്തിൽ നിന്ന് കറക്ഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. If this word gives us correction, then we must be willing to submit and to receive that correction. ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിക്കുന്നതാണ്. The word of God comforts us. ദൈവത്തിന്റെ വചനം മുറിക്കുന്നതാണ്. The word of God also wounds us. ദൈവത്തിന്റെ വചനം മുറിവ് കെട്ടുന്നതാണ്. But the word of God also binds up our ദൈവത്തിന്റെ wounds. വചനം ശക്തീകരിക്കുന്നതാണ്. The word of God strengthens us. ദൈവത്തിന്റെ വചനം നമ്മുടെ തെറ്റുകളെ നമുക്ക് ബോധ്യമാക്കി തന്ന് നമ്മളെ നേരായ വഴികളിൽ നടത്തുന്നതാണ്. The word of God reveals to us the wrong ways in which we are walking and leads us into the right ways. നേരത്തെ പ്രിയ സ്റ്റാൻലി ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യുവാൻ ഈ പുൾപിറ്റ് ഉപയോഗിക്കുകയില്ല. We won't use this pulpit to compromise any of the words that are in this book. ആ വചനത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുകയാണ്. And we want to repeat that one more time. കാരണം നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച അനേകരെ ഈ ലോകത്തിൽ കാണാതിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. Some people who shone like stars. Some people, we are living in a time with some people who are shining like stars are beginning to fall. Amen. മനസ്സിന് ഒത്തിരി വേദനകൾ അതിന്റെ മധ്യത്തിലുണ്ട്. And there's a lot of pain that we bear in regards to that. ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ പോലെ ഐഡൽസിനെ പോലെ കൊണ്ടു നടന്ന പലരുടെയും വീഴ്ചകൾ മനസ്സിനെ തകർത്ത അനുഭവങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഉണ്ടായി. People who have been like idols inside of our heart, whenever that has broken down, it has caused a lot of pain in our കർത്താവേ, hearts. എന്ത് എങ്ങനെ എന്ന് ചോദിച്ച അനുഭവങ്ങൾ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായി. There have been experiences where we bent our knee before the Lord and said, Lord, why like this? എന്നാൽ അതിന്റെ മധ്യത്തിലും എൻ്റെ കർത്താവിന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. But I believe that the Lord has some things to share to us in the midst of all of എന്റെയും this. നിങ്ങളുടെയും ക്ലോക്കിന്റെ ടിക്കിങ് തീർന്നിട്ടില്ല. Our clock has not stopped ticking. കറക്റ്റായിട്ട് ക്ലോക്കിനെ ഓടിക്കാൻ, അതിനെ വൈൻഡ് ചെയ്യാൻ നമുക്ക് ദൈവം ഒരു അവസരം കൂടെ തരികയാണ്. God is extending to us another opportunity to correctly wind our clock. ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി ഉയർന്ന അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളിൽ അകപ്പെട്ട് വീണുപോയെങ്കിൽ ഞങ്ങളും അതേ വഴിത്താരയിൽ തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ പുൾപിറ്റിന്റെ പുറകിൽ. We are standing behind this pulpit with the awareness that if greater men can fall, we are walking in that same danger. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു. Let the one who thinks he stands be aware that he does not also നേരത്തെ fall. പറഞ്ഞതുപോലെ 30,000 40,000 മെമ്പേഴ്സ് ഉള്ള സഭകളിൽ ഫീൽ ഗുഡ് മെസ്സേജസ് മാത്രം പറഞ്ഞ് ജനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രസംഗിക്കുന്നവനും പ്രസംഗം കേൾക്കുന്നവനും കർത്താവിന്റെ സന്നിധിയിൽ ഒരുപോലെ കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ഇടയായിത്തീരുന്നതിന് വേണ്ടി ദൈവമക്കളെ നമ്മൾ നിലവിളിക്കേണ്ട സമയമാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ ദൈവത്തിന്റെ സഭയെ ഉത്ബോധിപ്പിക്കട്ടെ. I want to tell the church that this is a time when preachers of the word of God must stand assured that they must walk in a way that is worthy of their calling. ആമേൻ. അല്പനേരത്തേക്ക് നമ്മൾക്ക് സന്തോഷം തോന്നിയേക്കാം ചില മെസ്സേജസ് കേട്ടാൽ. We can get some joy listening to certain sermons. ചില പാട്ടുകൾ നമുക്ക് അല്പനേരത്തേക്ക് സന്തോഷം തന്നേക്കാം. Some songs may give us some joy. എന്നാൽ ഇന്ന് പകൽക്കാലം നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും ക്രിസ്തുവിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ ദൈവമക്കൾക്ക് ഇടയായിത്തീരട്ടെ. But let the children of God realize that there's only everlasting joy in the presence of God. ആമേൻ. എൻ്റെ അടുത്ത തലമുറയാണല്ലോ സ്റ്റാൻലി. Stanley is the next generation. ആ തലമുറയിൽ നിന്ന് കേട്ടല്ലോ 10 ഉള്ളെങ്കിലും ആ 10നെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ ഇടയാകണം. And we heard it from the
next generation that even if it's 10 people gathered, the glory of God can be revealed there. എനിക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. എൻ്റെ മനസ്സിന്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞാൽ 100, 1000, 10,000 ഒക്കെ ഉള്ള ഒരു സഭയായിട്ടൊക്കെ നമ്മളെ വലുതാക്കണമേ എന്നുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ട്. I have many dreams that, Lord, you must expand our church and the numbers within our church. എന്നാൽ കർത്താവേ, 1000, 10,000 പാപത്തിന്റെ ആഴത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, നീ 100നെ തന്നിട്ടുള്ളെങ്കിലും ആ 100നെയും ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ ഇടയായി തീരണമേ. നിന്റെ സന്നിധിയിൽ അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ നിൽപ്പാൻ ഇടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയും എനിക്ക് അതിന്റെ കൂടെ തന്നെയുണ്ട്. But I also have a prayer that, Lord, amongst the thousands and the thousands that are falling away, if you give me 100 people, Lord, let me be faithful with that 100. അതുകൊണ്ട് ഇന്ന് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ സഭയോട് എനിക്കൊരു ചെറിയ ആലോചനയുണ്ട്. So I have a small message to the church of God that is going through a lot of pain. രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവസഭയോട് എനിക്ക് ഇന്ന് പകൽക്കാലം ഒരു ആലോചനയുണ്ട്. I have a message to the church of God that are going through sickness. പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവസ്ഥയിൽ മാനസികമായി തളർന്നിരിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം എനിക്കൊരു ആലോചനയുണ്ട്. To those that are distraught after praying for a sick beloved one and seeing them die, those who are depressed and saddened by their loss. എന്റെ കർത്താവിന് അതിനകത്ത് ഒരു ഉദ്ദേശമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്നു. The Holy Spirit is saying that there is a purpose of God behind those things. അബ്രഹാമിന്റെ 75ാമത്തെ വയസ്സിലാണ് അബ്രഹാം വിശ്വാസത്തിന്റെ സ്കൂളിൽ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത്. It was at the age of 75 that Abraham took his first class in the University of Faith. സാധാരണ നമ്മൾക്കൊക്കെ ഏകദേശം 18 വർഷങ്ങൾ കഴിഞ്ഞാൽ 18 years കൊണ്ട് നമ്മളുടെ സ്കൂളിംഗ് സാധാരണ തീരാറുണ്ട്. Usually by the time we reach 18 years of age, we end our schooling. അല്ല മോനെ, 18 years പഠിച്ചു കഴിയുമ്പോൾ സാധാരണ നമ്മുടെ സ്കൂളിംഗ് കഴിയാറുണ്ട്. After we learn or we study for 18 years, our schooling, our education comes to an end. സ്റ്റാൻലി പറഞ്ഞ ആംഗിൾ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആംഗിൾ 12 years ഹൈസ്കൂൾ, അതിനുശേഷം 4 years of college, അതിനുശേഷം 2 years of master's degree എന്നുള്ള ഉദ്ദേശത്തിലാണ്. I'm saying 12 years of schooling and 4 years of college and 2 years of master's degree. Usually it's 18 years. അതിനുശേഷം ഒരു 6-7 വർഷം PhD എടുത്തു കഴിഞ്ഞാൽ ഒരു 25 years കൊണ്ട് നമ്മുടെ പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കും. And if you decide to take a PhD, within 25 years your education can come to an end. 25 വർഷം പഠിച്ചിട്ടും ഹൃദയം തകരുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. Abraham was a person, even after studying for 25 years, his heart was still longing and still broken. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു സത്യം എല്ലാവരോടും വിളിച്ചു പറയട്ടെ. Let me tell you a spiritual truth this morning. എല്ലാ പ്രായത്തിലുള്ളവർക്കും, For every age, എല്ലാ എക്സ്പീരിയൻസിലുള്ളവർക്കും, for people with whatever experience they have, പുതിയ യുദ്ധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. you must understand that there are new battles that you must face. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അവസാനത്തെ നിമിഷം വരെയും സന്തത സഹചാരിയായിരിക്കും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. We must understand that for whatever age that you are in, there are particular battles that you will have to face within those നമ്മൾ ages. എന്ന് പഠനം നിർത്തുന്നുവോ അന്ന് നമ്മുടെ വളർച്ച നിലയ്ക്കും. Or whenever you stop learning, then your growing will stop as well. എന്ന് നമ്മുടെ വളർച്ച നിലയ്ക്കുമോ അന്ന് നമ്മുടെ ജീവിതം നിലയ്ക്കും. Whenever your growing stops, then the life will also stop as ഇന്ന് well. പകൽക്കാലം ദൈവമക്കളോട് എനിക്കൊരു ആലോചനയുണ്ട്. പ്രിയരെ, ജീവിതത്തിൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കുവാൻ നമ്മൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? How many of us are willing to pray, Lord, help me to continually learn? പഠിച്ചുകൊണ്ട് വളരുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? Help me, Lord, within my learning to also grow. ആ വളർച്ച പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആ കത്തീഡ്രൽ ക്ലോക്കിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മളുടെ സമയം കഴിയും, കർത്താവ് നമ്മളെ അങ്ങോട്ട് വിളിക്കും. And whenever our time is ended, just as it was written in that cathedral clock, God will take us from this earth. ഒരു ചിന്തകൻ, ഒരു റൈറ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. A writer wrote like this. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 40 വർഷം ടെക്സ്റ്റ് ആണ്. For the first 40 years of our life, it's texting. അതിനുശേഷമുള്ള 30 വർഷം കമന്ററി ആണ്. And the next 30 years, it's commentary. ആദ്യത്തെ 40 വർഷം ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, If the first 40 years are texting, ആ ടെക്സ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. we label it as texting the first 40 years of our ഹബക്കൂക്കിന്റെ life. പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. In the book of Habakkuk, it says like this. 40 വർഷം ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ
പൈതലോട് ടെക്സ്റ്റിൽ നിന്ന് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. Let me tell a person within the first 40 years of their life, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. let my just live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Let the one that I've justified live by faith. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് പറയുവാനുള്ള ടെക്സ്റ്റ് മെസ്സേജ് അതാണ്. That is the text message that God wants to send to us. എന്നാൽ കമന്ററി എന്താണെന്ന് അറിയാമോ? But do you know what commentary is? ഓരോ ദിവസവും ജീവിതത്തിൽ കടന്നു വരുന്ന ഈ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ് എന്ന് അറിഞ്ഞ് ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. It's whenever you go through certain experiences of your life, but you are not complaining about those experiences, but you are coming closer and closer to God. ഒരു സത്യം ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ. Let me tell you one spiritual truth this morning. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ തമ്മിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകും. There will be a contradiction between the promise of God and what God has required you to do. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അത് ആവർത്തിച്ചു പറയുകയാണ്. Let me repeat that one more time. ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും നമ്മിൽ നിന്ന് ജീവിത അനുഭവങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. There's always a battle between the promise of God and between our experiences and what God requires out of our life. 5 പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ I അവസാനിപ്പിക്കാം. just want to share 5 points and let me end there. എന്നോട് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, Someone told me earlier, പാസ്റ്ററെ അധികം പോയിന്റ് പറയല്ല, പോയിന്റ് കുറയ്ക്കണം. Lord or Pastor, don't share so many points, just reduce them out of ഞാൻ points. സാധാരണ 7 പോയിന്റ് കൂടുതൽ പറയത്തില്ല. I usually don't share more than 7 നിങ്ങൾക്കത് points. കൂടുതലാണെന്ന് തോന്നുന്നത് എന്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നത് 7 മാത്രമേ കാണത്തുള്ളൂ. You think that it's a lot, but I'm just preaching what's on my notes. കാരണം ഹോമിലറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് 3 പോയിന്റ് സെർമൺ ഒക്കെ ഞങ്ങളെ ഇങ്ങനെ എഴുതി പഠിപ്പിക്കും 3 പോയിന്റ് വെച്ച് എഴുതാൻ. Because when you take homiletics the class, they tell you not to to limit yourself to 3 points. പ്രസംഗ ശാസ്ത്രത്തിൽ 3 പോയിന്റ് ആണ് അവർ പഠിപ്പിക്കുന്നത്. And they say in the art of preaching that you should have 3 points. അതൊക്കെ വെച്ച് കൂട്ടിയൊക്കെ എഴുതിക്കൊണ്ട് വരുന്നേ. And I try to limit myself to 3 points. ചിലപ്പോൾ അതങ്ങ് മാറിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. And sometimes it just shifts. ആമേൻ. അത് മാറിപ്പോകുന്നത് പരിശുദ്ധാത്മാവ് മാറ്റുന്നുണ്ട് കേട്ടോ. And it's because the Holy Spirit is leading me in a different അതുകൊണ്ട് ഇന്ന് direction. 5 പോയിന്റ് പറയാനാ ഇന്ന് ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന നിയോഗം. So the Spirit is leading me to share with you 5 points. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആത്മിക സത്യം ദൈവമക്കളോട് പറയട്ടെ. Let me tell you a spiritual truth. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് എന്നാണ്. The promises of God are yes and amen. എന്നാൽ ആ വാഗ്ദത്തങ്ങളും ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം തരുന്ന വഴികളും തമ്മിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. But between the promise and between the fulfillment of the promise, there's a large gap. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 22ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് 5 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. So in this 22nd chapter of Genesis, God is wanting to speak to us 5 things from the life of Abraham. ദൈവത്തിൽ നിന്ന് പരീക്ഷകൾ ദൈവമക്കൾ എപ്പോഴും പ്രതീക്ഷിക്കണം. Oh, the people of God must expect tests from God. ദൈവത്തിൽ നിന്ന് ദൈവമക്കൾ എപ്പോഴും പരീക്ഷകൾ പ്രതീക്ഷിക്കണം. The people of God must always expect tests from God. കാരണം നമ്മൾ വിശ്വാസത്തിന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. Because we are learning in the class of faith. വിശ്വാസത്തിന്റെ സ്കൂളിൽ 40 വർഷത്തെ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കമന്ററി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ടെസ്റ്റുകളാണ്. Oh, whenever we are going through that 30 years of commentary, what I mean is we are going through tests in our life. ആ ടെസ്റ്റ് ആണ് നമ്മളുടെ വളർച്ചയെ മെഷർ ചെയ്യുന്നത്. And those tests, how we do on those tests will measure how we grow. നമുക്കിങ്ങനെ ഓരോ ആഴ്ചയും ചർച്ചിൽ വരാം. We can come to church every week. ഓരോ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യാം. We can attend every meeting. നല്ല പ്രസംഗമാണെന്ന് പറയാം. We can say, wow, what a ചിലരൊക്കെ great എന്നെ sermon. വിളിക്കുന്നുണ്ട്, പറയും പാസ്റ്റർ രാവിലെ മുതൽ ഞാൻ സൂമിലാ. Oh, Pastor, I came to Zoom in the morning. ഒരു സൂമിൽ നിന്ന് അടുത്ത സൂം. I came to one Zoom and to the അടുത്ത next Zoom. സൂമിൽ നിന്ന് അടുത്ത സൂം. And from one Zoom to another. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നോർത്ത് സ്റ്റാറിലേക്ക് സൂം ചെയ്തിട്ടുണ്ടോ നമ്മള്? Have you zoomed into the North Star? കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മൾ സൂം ചെയ്തിട്ടുണ്ടോ? Have you zoomed into the foot of the cross? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം കുരിശിന്റെ ചുവട്ടിലേക്ക് സൂം ചെയ്തിട്ടില്ല എങ്കിൽ If your life has not zoomed into the foot of the cross, വിശ്വാസത്തിന്റെ പരിശോധനകളിൽ നമ്മൾ തളർന്നു പോകും. then you will be destroyed in the testings of your
faith. എത്ര സൂമുകൾ ഇവിടെ വന്നാലും, Regardless of how many Zooms come, എത്ര യൂട്യൂബ് ഇവിടെ വന്നാലും, regardless of how many YouTube നീ sermons we hear, God's to tubeലേക്ക് നിന്റെ ശരീരത്തെയും ജീവിതത്തെയും മാറ്റിയിട്ടില്ലെങ്കിൽ, if you haven't shifted your body to God's tube, എത്ര ഫേസ്ബുക്ക് മെസ്സേജ് നിനക്ക് ലഭിച്ചാലും, regardless of how many Facebook messages you get, ഹല്ലേലൂയ, കർത്താവായ യേശുവിന്റെ ഫേസിലേക്ക് നിന്റെ ബുക്ക് പതിപ്പിച്ചില്ലെങ്കിൽ, if you haven't turned your book to the face of God, ആമേൻ, നീ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്. it is all in vain. അതുകൊണ്ട് സ്കൂൾ ഓഫ് ഫെയ്ത്തിനകത്ത് പരീക്ഷയില്ലാത്ത സ്കൂൾ ഓഫ് ഫെയ്ത്ത് ഇല്ല. So there's no school of faith without any tests. അപ്പൊ അബ്രഹാമിന് ഈ വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടായിരുന്നു. So Abraham had a testing of his ഇനി faith. ഒരു ആത്മീയ സത്യം കൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. Let me reveal to you another spiritual truth. എല്ലാവരും ജയിക്കുകയില്ല. Not everybody will succeed. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അത് ഏറ്റു പറയാം. Let me say that again. എല്ലാ പരീക്ഷയും എല്ലാവരും ജയിക്കുകയില്ല. Not everybody will succeed in ഞാൻ every test. ഉൾപ്പെടെ എല്ലാ പരീക്ഷയും എല്ലാവരും ജയിക്കുകയില്ല. Including me, not everybody will succeed in നമ്മൾ every test. ജയിക്കുന്ന പരീക്ഷകളുണ്ട്. There will be tests that we have success നമ്മൾ in. തോൽക്കുന്ന പരീക്ഷകളുമുണ്ട്. There will be tests that we lose in. അബ്രഹാം ഫാമിലി ടെസ്റ്റ് ജയിച്ചു. Abraham ഫാമിലി ടെസ്റ്റ് ജയിച്ചു. was victorious in his family test. വീട് വിട്ടിറങ്ങാൻ ദൈവം പറഞ്ഞപ്പോൾ ആ ടെസ്റ്റ് അബ്രഹാം ജയിച്ചു. God told Abraham to leave your family, എന്നാൽ അബ്രഹാം ഫാമിൻ ടെസ്റ്റ് തോറ്റു. but Abraham failed the famine test. നിങ്ങൾക്കറിയാം, ഇതിന്റെ ടെക്സ്റ്റുകൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. I'm not going into all of those passages because of the shortness of time. ഫാമിലി ടെസ്റ്റ് ജയിച്ച അബ്രഹാം ഫാമിൻ ടെസ്റ്റ് തോറ്റു. The one who passed the family test failed the famine test. ഇസ്രായേലിൽ ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി. When there became famine in Egypt, ഇസ്രായേൽ, in Israel, Abraham went to Egypt. He went to Egypt. Yeah. ഈജിപ്തിലേക്ക് പോയി. He went to Egypt. ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം നമുക്കറിയാം. And we know what happened in Egypt. ആ കള്ളം പറയേണ്ടി വന്നു. He had to share lies. അപ്പോൾ ഫാമിൻ ടെസ്റ്റ് അബ്രഹാം തോറ്റു. So the famine test, Abraham failed. എന്നാൽ അതിനുശേഷം ഫെലോഷിപ്പ് ടെസ്റ്റ് അബ്രഹാം ജയിച്ചു. But he also was victorious in the fellowship test. കാരണം രണ്ടുപേരും കൂടെ നടന്നപ്പോൾ, Because when two people were walking with him, അവര് തമ്മിൽ പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ, when he understood that there would be a problem between their two camps, വഴക്കുണ്ടാക്കാതെ ലോത്തിന് കൊടുത്ത അവിടെ മാറിപ്പോയി. Abraham gave Lot what he needed and he sent him away. ഫെലോഷിപ്പ് ടെസ്റ്റ് അവൻ ജയിച്ചു. He passed the fellowship test. അതിനുശേഷം ഫൈറ്റ് ടെസ്റ്റും അവൻ ജയിച്ചു. He also passed the fighting test. ആ ഫൈറ്റ് ടെസ്റ്റ് അവിടെ വന്നതായിട്ടുള്ള എല്ലാവരെയും അവനെതിരായിട്ട് വന്നവരെ അവൻ ഉന്മൂലനാശം ചെയ്തു. He brought about destruction on every army that came against him. അത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ? Do you know how that started? സോദോമിൽ തന്റെ സഹോദരനായിട്ടുള്ള ലോത്തിനെ ആളുകൾ ആക്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അബ്രഹാം 318 അഭ്യാസികളുമായിട്ട് പോയി അവരെ എല്ലാവരെയും തോൽപ്പിച്ചു. Oh, whenever the people of Sodom began to persecute and hold hostage Lot and his family, Abraham went with 318 valiant നമ്മളാണെങ്കിൽ warriors. ചെയ്യുവോ? Would any of us do നമ്മൾ that? ഫെലോഷിപ്പ് ടെസ്റ്റ് ജയിച്ചല്ലേ? We passed the fellowship test. നമുക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടത് നമ്മൾ ലോത്തിന് വിട്ടുകൊടുത്തല്ലേ? And we give everything to Lot. അവൻ എടുത്തോണ്ട് പോയതല്ലേ? And he took everything. അവന്റെ തന്നെ തെരഞ്ഞെടുപ്പല്ലായിരുന്നോ? Is that he chose what he ഇനി wanted? അവൻ പോയി എങ്ങനെയും ആയിപ്പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. Let him go however way he wants. It's not anything to me. അങ്ങനെയല്ലേ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കാറുള്ളത്? Isn't that how sometimes we believers think? എന്നാൽ കൂട്ടായ്മയുടെ ടെസ്റ്റ് ജയിച്ച അബ്രഹാം ഇതാ ഈ ഫൈറ്റിന്റെ ടെസ്റ്റും ജയിച്ചു. But Abraham, who passed the fellowship test, also passed the fighting test. അതിനുശേഷമാണ് ഫോർച്യൂൺ ടെസ്റ്റ് വരുന്നത്. And the next test was a fortune ഫൈറ്റ് test. കഴിഞ്ഞപ്പോൾ ഫോർച്യൂൺ ടെസ്റ്റാ വരുന്നത്. After the fighting test was the fortune test. ഒത്തിരി സമ്മാനങ്ങളുമായിട്ട് സോദോം രാജാവ് വരിക. Oh, the king of Sodom is coming with so many riches and അവൻ appeasement പറഞ്ഞു, offerings. ഈ രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാൻ ഇടവരാതിരിക്കേണ്ടതിന് നീ തന്നതിൽ നിന്ന് ഒരു കാര്യം പോലും ഞാൻ എടുക്കത്തില്ലെന്ന് And പറഞ്ഞു. Abraham said, "No, I don't want anybody to say that I have my wealth because of the king of Sodom. I will not take anything from you." എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഫാദർഹുഡ് ടെസ്റ്റ് അവൻ തോറ്റുപോയി. But he also failed the fatherhood test. ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെ ഞാൻ ആക്കുമെന്ന്. God said, "I will make your descendants like the stars of the sky. കടലിലെ മണൽ പോലെ ആക്കുമെന്ന് പറഞ്ഞു. I will make them as numerous as the sand of the sea." കുറെ നേരം കാത്തിരുന്നിട്ടും വാഗ്ദത്തത്തിന്റെ നിവർത്തി വരാതിരുന്നപ്പോൾ, And after he was waiting for some time and he's waiting for the fulfillment of the promise, ദൈവം പറഞ്ഞത് കേൾക്കാതെ ഭാര്യ പറഞ്ഞത് കേട്ടു. he did not listen to the voice of God, but he listened to the voice of his wife. ആമേൻ. അവന്റെ ഫാദർഹുഡ് ടെസ്റ്റ് അവൻ തോറ്റുപോയി. And he failed his fatherhood test. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് അവന്റെ ഫെയർവെൽ ടെസ്റ്റ് ആണ്.
What was his farewell test? ഇന്ന് പകൽക്കാലം ഈ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഫെയർവെൽ ടെസ്റ്റ് ആണ്. In chapter 22 is written his farewell അത് test. അബ്രഹാം ജയിച്ചു. Abraham passed ഞാൻ that. പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് അറിയാമോ? Do you know what I'm trying to say here? നമുക്ക് എല്ലാവർക്കും പരീക്ഷയുണ്ട്. We all have നമ്മൾ tests. വിശ്വാസത്തിന്റെ പാഠശാലയിലാണെന്നുണ്ടെങ്കിൽ If we are in the life of faith, നമ്മൾ വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ദൈവത്തിന് ടെസ്റ്റ് അയച്ചേ പറ്റത്തുള്ളൂ. God will send us tests to see whether or not we are growing. ആ ടെസ്റ്റുകളിലൂടെയാണ് നമ്മുടെ വളർച്ചയെ എന്റെ ദൈവം അളക്കുന്നത്. And God is measuring our growth based on how we do എന്റെ those tests. ടെസ്റ്റ് എനിക്കറിയാം. I know my test, നിങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾക്കറിയാം. and you know your test. ഞാൻ തോറ്റ ടെസ്റ്റുകൾ എനിക്കറിയാം. I know the test that I've ഞാൻ failed. ജയിച്ച ടെസ്റ്റുകളും I എനിക്കറിയാം. know the test that I've won. അബ്രഹാമിനെ പോലെ ഞാനും എല്ലാ ടെസ്റ്റും ജയിച്ചവനല്ല. You and I don't have the same battles or the same tests. അബ്രഹാമിനെ പോലെ ഞാനും ഭൂരിഭാഗം ടെസ്റ്റുകളും ജയിച്ചവനാണ്. And I am a person who, like Abraham, have passed more than half my അല്ലെങ്കിൽ tests, ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. or desire to pass all of my ഇന്ന് tests. പകൽക്കാലം ട്രയൽസും ടെംപ്റ്റേഷൻസും തമ്മിലുള്ള വ്യത്യാസം ദൈവമക്കൾ മനസ്സിലാക്കണം. The people of God must realize the difference between trials and temptations. ഈ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പിശാച് കൊണ്ടുവരുന്നതാണ്. It is the devil who brings temptation. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്നില്ല. God does not bring temptation into our life. യാക്കോബിന്റെ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. It says that in the book of James. നമ്മളുടെ സ്വന്തം ഡിസയേഴ്സിനകത്ത് നിന്നാണ് നമ്മളെ വശം വധിക്കുന്നത്. The enemy leads us astray by our own wayward desires. നമ്മുടെ ടെംപ്റ്റേഷൻ കൊണ്ട് നമ്മളിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയെ പുറത്തു കൊണ്ടുവരുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, When the devil tries to bring about all of these temptations into our life, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പരീക്ഷകളിലൂടെ നമ്മുടെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത്. the Holy Spirit desires to bring what is best in us to the forefront. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കോൺട്രഡിക്ഷൻ ഇവിടെയുണ്ട്. But there's a contradiction here. ടെംപ്റ്റേഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് തോന്നും. When we look at our temptation, we look at it in a logical manner. ടെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അൺറീസണബിൾ ആയിട്ട് തോന്നും. And when we look at tests, we find them unreasonable. ടെംപ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ലോജിക്കലാണ്. When we come before temptation, it's very logical. ആ പഴത്തിന് എന്താ കുഴപ്പം? ആ ഫ്രൂട്ടിന് എന്താ കുഴപ്പം? What is wrong with this fruit? എല്ലാ ഫ്രൂട്ടും കഴിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? Hasn't God said that we can eat of any fruit? ആ ഫ്രൂട്ടിന് എന്താ കുഴപ്പം? What's wrong with this fruit? ആ ഫ്രൂട്ട് അങ്ങ് എടുത്ത് കഴിച്ചാ പോരായോ? Why can't you just pick that fruit and eat it? മറ്റുള്ള ഫ്രൂട്ട് പോലെ തന്നെയല്ലേ അത് ഇരിക്കുന്നത്? It looks just like it. ദൈവത്തിന് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കും. Maybe God was mistaken. ദൈവം അത് തുടരുത് എന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞ് തെറ്റുപറ്റിയതായിരിക്കും. Maybe God was mistaken in saying you should not eat of this fruit. പിശാച് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച്, And the serpent used that opportunity. വളരെ ലോജിക്കലായിട്ട് നമ്മളോട് പറയും ടെംപ്റ്റേഷൻ ലോജിക്കലാണ്, കുഴപ്പമില്ല. And he said temptation, he brought a logical case. This temptation is very logical. ടെസ്റ്റ് അൺറീസണബിൾ ആ. But the test is unreasonable. ടെസ്റ്റ് അൺറീസണബിൾ ആ. The test is unreasonable. നിന്റെ മോനെ കൊണ്ടെന്ന് മോറിയ മലയിൽ യാഗം കഴിക്ക്. You must bring your son and sacrifice him on the Mount Moriah. കർത്താവേ, എത്ര പ്രയാസമുള്ള കാര്യം നീ പറയുന്നത്. What a difficult thing God is ഇന്ന് requiring. പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ വിശ്വാസത്തിന്റെ പാഠശാലയിൽ നീ ആയിരിക്കുമ്പോൾ, When you are in the testing of your faith, ടെംപ്റ്റേഷൻ നിനക്ക് ലോജിക്കലാണ്. temptation is logical to you. ടെംപ്റ്റേഷൻ നിനക്ക് ലോജിക്കലാണ്. Temptation is logical to you. പക്ഷേ ദൈവത്തിന്റെ ടെസ്റ്റുകൾ അൺറീസണബിൾ ആണ്. But the tests of God are unreasonable to you. ആമേൻ. ടെംപ്റ്റേഷൻ ലോജിക്കലാ. Temptation is logical. ടെസ്റ്റ് അൺറീസണബിൾ The test is unreasonable. അതുകൊണ്ട് അതിനകത്ത് വീണു പോകുന്നത്. That's why we fail. ആമേൻ. മുൻപോട്ട് പോകട്ടെ. രണ്ടാമതായി, Then we go forward. ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ അപ്പോൾ മുറുകെ പിടിക്കണം. You must focus and hold tightly to the promises of ടെസ്റ്റ് God. വരുമ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകരുത്. And when the tests come, don't try to give explanations. ആമേൻ. നമുക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നതിനെ താങ്ങുന്നതാണ് ദൈവത്തിന്റെ പരിശോധന. When we think we cannot hold on, it is God who holds on to us, and that is the testing of our faith. ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതിനെ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ദൈവത്തിന്റെ പരിശോധന. The testing of God is when He does through us what we are incapable of doing ourselves. അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കി തരുന്നതാണ് ദൈവത്തിന്റെ പരിശോധന. The testing of God is whenever what is impossible to man is made possible through God. കാരാഗ്രഹത്തിൽ കിടന്ന്
യോസെഫിനോട് ചോദിച്ച യോസെഫ് അത് പറഞ്ഞു തരും. You can talk to Joseph who was in the prison and he would say the same thing. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന മോശയോട് ചോദിച്ചാൽ മോശ അത് പറഞ്ഞു തരും. You talk to Moses who stood before the Red Sea and he would say the same thing. ആമേൻ. ശൗലിനെ പേടിച്ച് ഗുഹയിൽ കിടക്കുന്ന ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് അത് പറഞ്ഞു തരും. You can talk to David who was hiding in a cave away from the persecutions of Saul. നമുക്ക് ഏറ്റവും നല്ല മാതൃകയായ കാൽവരിയിൽ കിടക്കുന്ന കർത്താവിനോട് ചോദിക്കുക, കർത്താവ് അത് പറഞ്ഞു തരും. You can talk to our greatest example, Jesus Christ, who hung on the cross for us. വാഗ്ദത്തത്താൽ നീ ജീവിക്കണം. You must live by the promise of വിശ്വാസത്താൽ God. നീ ജീവിക്കണം. You must live by faith. അതിന് ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകരുത്. Don't try to give logical പ്രിയ explanations. ദൈവത്തിന്റെ പൈതലെ, എന്തുകൊണ്ട് ഞാൻ എന്നുള്ള ചോദ്യം നമുക്ക് വരും. Oh, we will have questions. Lord, why me? ഓ എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ള ചോദ്യം നമുക്ക് വരും. Lord, why now? എന്നാൽ അബ്രഹാമിന് ആ ചോദ്യം ഉണ്ടായിരുന്നില്ല. But Abraham did not have those questions. അബ്രഹാമിനെ പറ്റി യാഗം കഴിക്കുവാൻ പോയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? Do you know what it says when Abraham was going to go for a അബ്രഹാം sacrifice? രാവിലെ എഴുന്നേറ്റെന്ന്. He woke up early in the morning. അതിരാവിലെ എഴുന്നേറ്റെന്ന്. He woke up early in the അർത്ഥം morning. എന്താണെന്ന് അറിയാമോ? Do you know what the meaning of that is? മറ്റുള്ള തോട്ട്സ് മനസ്സിൽ വരാൻ അനുവദിക്കുന്നതിന് മുൻപേ Before any other thoughts could crowd out the command of വേറെ God. ചിലര് വന്ന് നിന്റെ ചെവിക്കകത്ത് വന്ന് വേറെ എക്സ്പ്ലനേഷൻ തരുന്നതിന് മുൻപേ Before anybody else can give a logical explanation for you. ഞാൻ അതുകൊണ്ട് പല കോൺവെർസേഷനും നിർത്തിവെച്ചിരിക്കുക. That's why I have not had conversations with some കാരണം അതെന്റെ ആത്മീക ജീവിതത്തെ ചോർത്തിക്കളയുന്നു. because it questions my spiritual life. വിശ്വാസത്താൽ നടക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നു. I am not able to walk by faith. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നു. I'm not able to walk according to the way God wants me to walk. ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. It keeps me from preaching the word of God boldly. കാരണം സാധിക്കുകയില്ല എന്നുള്ള വാക്ക് കേട്ട് ചെവി മടുത്തിരിക്കുന്നു. Because my ears have grown tired of hearing people say it is impossible. പല It is impossible. തരത്തിലുള്ള ലോജിക്കൽ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സ് മടുക്കുന്നു. And my ears have gone tired of hearing some people's logical explanations. അബ്രഹാം സാറ എഴുന്നേൽക്കുന്നതിന് മുൻപേ എഴുന്നേറ്റു. Abraham woke up even before Sarah woke up. നിങ്ങൾക്കറിയാമോ തോറ്റുപോയ ടെസ്റ്റ് എവിടെയായിരുന്നു? സാറയുടെ അടുക്കലല്ലേ തോറ്റുപോയത്. Do you remember that when he failed the test, he consulted Sarah? 25 years കാത്തിരുന്നിട്ടും കുഞ്ഞിനെ കിട്ടാതിരുന്നപ്പോൾ സെർവന്റിനെ കൊടുത്ത ആ സാറ ഈ മോനെ വീട്ടിനകത്തുനിന്ന് എടുത്തോണ്ട് പോകാൻ ഈ അപ്പനെ അനുവദിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? Do you think this Abraham who would receive the promise of God, Sarah would allow Abraham to sacrifice his son? അബ്രഹാമിനും അറിയായിരുന്നു. അതുകൊണ്ട് സാറ എഴുന്നേൽക്കുന്നതിന് അബ്രഹാം എഴുന്നേറ്റു. Abraham knew the argument that would follow, so he ഇന്ന് woke up. പകൽക്കാലം ഞാൻ ഒരു ആത്മീയ അർത്ഥം വിളിച്ചു പറയട്ടെ. Let me tell you a spiritual truth this ചിലത് morning. എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ എഴുന്നേറ്റെങ്കിൽ മാത്രമേ വിശ്വാസത്താൽ നടക്കാൻ പറ്റത്തുള്ളൂ. Oh, you must rise up before some other things rise up so that you can walk by ചിലർ faith. എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ എഴുന്നേറ്റെങ്കിൽ വിശ്വാസത്താൽ നടക്കാൻ പറ്റുകയുള്ളൂ. Before other people rise up, you must rise up so that you can walk by faith. അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ വാക്കിനെ ഡ്രൗൺ ചെയ്യുന്ന നിന്റെ വീട്ടിനകത്തുനിന്ന് വരും. Or people will try to drown out your faith within your നിന്റെ own house. വിശ്വാസത്തിന്റെ വാക്കിനെ ഡ്രൗൺ ചെയ്യുന്നത് നിന്റെ ചർച്ചിനകത്തുനിന്ന് വരും. People will try to drown out the fulfillment of your house. രാവിലെ എഴുന്നേൽക്കാൻ എത്ര പേര് തയ്യാറാകും? How many people are able to wake up early in the morning? ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, When there are tests that are happening according to your faith, നമ്മുടെ ക്യാരക്ടറിനെ പെർഫെക്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം ചില അനുഭവങ്ങൾ തരുമ്പോൾ, when God gives you experiences to perfect your character, ചിലപ്പോൾ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയുമായിരിക്കാം ദൈവം ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് അയക്കുന്നത്. and God might also send us tests to deliver us from certain sins. ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ എങ്ങളുടെ മനസ്സിനെ തകർത്ത ദിവസങ്ങളാണിത്. And I told you that within the past few days that it has been times where I was absolutely crushed. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഇതേ ഭാഗം പറഞ്ഞിട്ടുണ്ട്. How many times have I shared this message? ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എഴുതുകയാണ്, A person is writing after many years. ക്രിസ്തുവിൽ ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു. I know a person in Christ, ഹല്ലേലൂയ. അവൻ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. and he is taken up to the third heaven. മനുഷ്യന് പറയാൻ പറ്റാത്തത് അവൻ അവിടെ കണ്ടു. And he saw certain things that cannot be uttered by men. ശരീരം കൂടെയോ കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. Whether in the body or out of the body, I do not know. അത്രയെല്ലാം എഴുതി വെച്ചിട്ട് And after writing all of these things, അവൻ എഴുതുകയാണ്, വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് so that I may not become prideful in all the great revelation that God has shown ജഡത്തിൽ me. എനിക്കൊരു ശൂലം God തന്നിരിക്കുന്നു, has given me a thorn in my flesh, സാത്താന്റെ ദൂതനെ തന്നെ. as the messenger of Satan ഇന്ന് himself. പകൽക്കാലം ആത്മാവിൽ വിവേചിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മക്കൾ വിവേചിക്കട്ടെ. Oh, let every
every person who is able to discern in the Spirit discern so. 13 ലേഖനങ്ങൾ എഴുതിയ ദൈവത്തിന്റെ ദാസനായ പൗലോസ്, The servant of God who wrote 13 epistles. അനേക ദൈവത്തിന്റെ സഭകളെ രൂപം കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസനായ പൗലോസ്, This master church planter, Paul. അനേക ദൈവദാസന്മാരെ രൂപകൽപ്പന ചെയ്തെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച പൗലോസ്, The one who ordained many servants of God, this person Paul. തിമോഥെയോസിനും തീത്തോസിനും ഒക്കെ 1 by 1 ഡോട്ട് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് എഴുതി കൊടുത്ത പൗലോസ്, This Paul who had written to Timothy and Titus what they should and should not do. കർത്താവിന്റെ മേശയുടെ മുൻപാകെ നിൽക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് തൊടാൻ എന്ന് എഴുതിയ പൗലോസ്, Oh, the servant of God Paul who said that you must discern yourself before you extend your hand to this table. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപം വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് തൊട്ടാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ പൗലോസ്, Paul who said that if you extend your hand harboring rebellion in your heart, you will be judged. അതേ പൗലോസ് പറയാ, ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ സാത്താന്റെ ദൂതനെ ഒരു ശൂലമായി എന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. This same Paul is saying that so that I may not grow prideful, this thorn has been placed in my ഇന്ന് flesh. പകൽക്കാലം പ്രിയരെ, പാപത്തിൽ നിന്ന് നമ്മളെ പിടിച്ച് നിർത്തുവാൻ വേണ്ടി ദൈവം തരുന്ന ചില ശൂലങ്ങൾക്കായിട്ട് എത്ര പേർക്ക് തങ്ങളുടെ വലത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? How many of us can be thankful for certain trials that God allows in our life to save us from the grip of sin? അല്ലെങ്കിൽ ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയേ. Otherwise I would have been entrapped in my അതുകൊണ്ട് sin. കർത്താവേ, ആ വഴി തുറക്കാഞ്ഞത് കൊണ്ട് സ്തോത്രം. So Lord, thank you that you did not open that door. കർത്താവേ, ആ രോഗം മാറാഞ്ഞത് കൊണ്ട് സ്തോത്രം. Thank you, Lord, that sickness did not എന്റെ go. ജീവിതത്തിൽ ആ കാര്യത്തിന് മറുപടി ലഭിക്കാഞ്ഞത് കൊണ്ട് സ്തോത്രം. Thank you, Lord, that you did not answer this prayer. നിന്റെ മുഖം കാണുവാൻ അത് കാരണമായി. It enabled me to see your face. നിന്റെ മുഖം കാണുവാൻ അത് കാരണമായി. It became a cause for me to see your face. ഹല്ലേലൂയ. ഇത് ലോജിക്കൽ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ. This is not logical. ഇതിന് എക്സ്പ്ലനേഷൻ ഇല്ല. There's no ഇത് explanation to this. വിശ്വാസത്തിന്റെ നടത്തമാണ്. This is a leading by faith. ഇന്ന് വിശ്വാസികൾ എന്ന് പേരുള്ള അനേകരുണ്ട്. There's so many people who have the name എന്നാൽ believer, വിശ്വാസമുള്ളവർ വളരെ കുറവാണ്. but there are few faithful people. വിശ്വാസികൾ എന്ന് പേരുള്ള ഒത്തിരി പേര് പള്ളിയിലുണ്ട്. There are many believers within the church, എന്നാൽ ഇവരെയാണ് വിശ്വാസികൾ എന്ന് ദൈവം വിളിക്കുന്നത്. but these are the ones that God counts as faithful. എല്ലാം ജയിക്കുന്നവരല്ല, ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്നവരെ അവിശ്വാസി എന്ന് The വിളിക്കുന്നത്. ones who are faithful are not the ones who win every test or have a success in every test, but the one who seeks to അതുകൊണ്ട് have a അബ്രഹാമിന് success. എക്സ്പ്ലനേഷനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന്റെ പ്രോമിസസിലായിരുന്നു വിശ്വാസം. So even greater than his explanations, Abraham had a faith in his. അബ്രഹാം പറഞ്ഞതെന്ന് അറിയോ? Promise. ഞാനും ബാലനും ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. Abraham said, "The son and I will go and have a ഞാൻ sacrifice." നേരത്തെ ഇത് പറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവാം. I've already shared this before, so I'll go ഓ, quickly. മരിച്ചവരിൽ നിന്ന് അവനെ പുറത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. Abraham had a faith that God can raise his son up from the ashes. വെട്ടിക്കൊന്ന് മുറിച്ച് ആ ഓൾട്ടറിലിട്ട് കത്തിച്ചാലും ചാരത്തിനകത്തു നിന്ന് ഇസഹാക്കിനെ തരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അറിഞ്ഞ ബാലനും ഞാനും ആരാധന കഴിച്ച് മടങ്ങി വരാം. That's why Abraham said that the son and I will return after doing the sacrifice, because he had a faith that God can raise അതിന്റെ Isaac up കാരണം from the എന്താണെന്ന് ashes. അറിയാമോ? Do you know what the reason of that is? ഒരു റെസറക്റ്റീവ് പവർ അവൻ അതിനു മുൻപ് അനുഭവിച്ചതാ. He had experienced the resurrective power in his own life. എപ്പോഴാ അനുഭവിച്ചെന്നറിയാമോ? Do you know when he experienced it? സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും When even after the womb of Sarah had dried up and had become dead. തന്റെ പുത്രോത്പാദനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയെന്നറിഞ്ഞിട്ടും Even when he had lost the power in himself to bear a child. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് He believed against belief in the one who can fulfill the promise. ഇതിനകത്ത് സാറയുടെ ഗർഭപാത്രത്തിനകത്ത് നടന്ന റെസറക്റ്റീവ് പവർ അനുഭവിച്ച അബ്രഹാം, He experienced the resurrective power that happened within the womb of Sarah. ഓ, എബ്രഹാമിന്റെ റീപ്രൊഡക്റ്റീവ് പവറിനകത്ത് റെസറക്റ്റീവ് പവർ അനുഭവിച്ച അബ്രഹാം. He was the one who experienced the resurrective power even when he lost his reproductive power. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് കർത്താവേ, ഇതിനകത്തൂടെ നീ എനിക്ക് ഒരു അത്ഭുതം തുറന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റും? How many of us have that belief and assurance that, Lord, the same one who worked in my life before can work in my life today? കഴിഞ്ഞ നാളുകളിൽ ഗർഭപാത്രത്തിന്റെ നിർജീവത്വത്തിൽ ഒരു റെസറക്റ്റീവ് പവർ തന്ന് പ്രത്യുൽപാദനത്തിന് ശക്തി തന്ന ആ ദൈവം തന്നെ എന്റെ ക്യാൻസറിനെ മാറ്റുവാൻ ശക്തിയുള്ള ദൈവമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ
വിശ്വസിക്കാൻ പറ്റും? How many of us have that faith? Lord, the same God who worked mightily in my life in the past can work in a healing way in my life today. അങ്ങനെയുള്ളവൻ പറയും ഞാനും മകനും ആരാധന കഴിച്ച് മടങ്ങി The വരും. one who has that assurance can say, myself and my son will return from worship. ദൈവത്തിന്റെ പ്രൊവിഷനിൽ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, You must believe in the provision of God. Thirdly, ആമേൻ, ദൈവം ഗോഡ് ജഹോവ ജൈറ, Jehovah Jireh, ദൈവം എനിക്ക് വേണ്ടി കാര്യം കരുതും. that God will provide for me. ആമേൻ, ദൈവത്തിന്റെ പ്രൊവിഷൻ എവിടെയാണ് നമ്മൾ കാണുന്നത്? Do you know where we see the provision of God? ദൈവത്തിന്റെ അസൈൻമെന്റിന്റെ സ്ഥലത്താ. It's in the place of the assignment. ആമേൻ. എത്ര പേർക്ക് അത് കേൾക്കാൻ ഇഷ്ടമുണ്ട്? How many of us like to hear that? ദൈവത്തിന്റെ പ്രൊവിഷൻ എവിടാ നിങ്ങൾ കാണുന്നതെന്ന് അറിയാമോ? Do you know where you see the provision of God? ദൈവത്തിന്റെ അസൈൻമെന്റിന്റെ സ്ഥലത്താ. It's in the place of your assignment. നമ്മൾ തപ്പുന്ന വേറെ വല്ലയിടത്താ. We look for our provision everywhere else. ദൈവം പറഞ്ഞു നീ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ. God said, sacrifice your son on Mount Moriah. ദൈവത്തിന്റെ അസൈൻമെന്റ് മോറിയ മലയാ. God's assignment was on Mount Moriah. നമ്മൾ താഴെ കിടന്ന് തപ്പിയാൽ ദൈവത്തിന്റെ പ്രൊവിഷൻ കാണത്തില്ല. Oh, when you try to look around or below, you won't find the provision of ഇന്ന് God. പകൽക്കാലം പ്രൊവിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Dear child of God, looking for the provision of God. ദൈവം തന്നിരിക്കുന്ന അസൈൻമെന്റിന്റെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ ആത്മകണ്ണുകൾ ഇന്ന് പകൽക്കാലം തുറക്കട്ടെ. Let our spiritual eyes open to find the provision of God in our place of assignment. എപ്പോഴാണ് നിനക്ക് ആ പ്രൊവിഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? When will that provision be manifested? ഹല്ലേലൂയ. നിനക്ക് ആവശ്യമുള്ള സമയത്ത്, Whenever you need it. കത്തി താഴുവാൻ പോകുമ്പോൾ, When the knife is about to fall. അവൻ അവിടെ ആടിനെ കണ്ടു. He saw a ram in front of him. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? How was the provision of God manifested? വെളിയിന്ന് എടുത്തിടുകയല്ല, നാച്ചുറൽ മീൻസിലൂടെ തന്നെ ദൈവം പ്രവർത്തിക്കും. He did not create a ram, but he used natural means to bring that ram. ആർക്കാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ അനുഭവിക്കുവാൻ പറ്റുന്നത്? Who can experience the provision of God? ദൈവത്തെ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക്. One who trusts and depends upon God. ആമേൻ. നാലാമതായി ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുവാൻ ജീവിതത്തിൽ എല്ലാ കാലത്തും നിങ്ങൾ തയ്യാറാകണം. Fourthly, you must seek to glorify God in every part of your life. അപ്പനും മോനും കൂടെ ഒന്നിച്ച് നടന്നു. Father and son are walking up. മോൻ മരിക്കണമായിരുന്നു. The son should have died. ആമേൻ. അപ്പനും മോനും കൂടെ ഒന്നിച്ച് നടന്നു. The father and son are walking together. ഹല്ലേലൂയ. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Martin Luther said like this. ആമേൻ. എന്റെ കഷ്ടതകൾ ഞാൻ നോക്കുമ്പോൾ, or when I look at my sufferings, ഹല്ലേലൂയ, അതൊന്നും അല്ല. it is not anything. കാരണം എന്താണെന്ന് അറിയാമോ? പുത്രൻ തമ്പുരാൻ മരിച്ചത് കാണുമ്പോൾ, Because whenever I see the father who gave up his son, എന്റെ കഷ്ടതയൊന്നുമല്ല. I count my sufferings as nothing. ഇസഹാക്കിനെ മരിക്കാതെ ദൈവം പുറത്തു കൊണ്ടുവന്നു. God brought Isaac out without him dying. എന്നാൽ എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ പുത്രനെ മരിക്കുവാൻ എന്റെ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു. But my father in heaven gave his son and he suffered on the cross. എത്ര കൂടുതൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. How much greater must we glorify God? ആമേൻ. അവസാനമായി, Lastly, ആമേൻ, ലുക്ക് ഫോർവേഡ് ടു, ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതിനെ, മുൻപിൽ തന്നിരിക്കുന്നതിനെ കാണുവാൻ സാധിക്കണം. you must look forward to what God has done for you. ഇതുകൊണ്ട് തീരുന്നതല്ല പരീക്ഷ. Our test does not end here. പരീക്ഷയ്ക്ക് ഒരു ഫലമുണ്ട്. There is a fruit to our എത്ര test. പേർക്ക് വിശ്വാസമുണ്ട് പരീക്ഷയ്ക്ക് ഫലമുണ്ടെന്ന്? How many of us believe that there is a fruit? ഒന്നുകിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും. Either we will pass or we will fail. പക്ഷെ പരീക്ഷ എഴുതിയവർക്കെല്ലാം പരീക്ഷാ ഫലമുണ്ട്. But for everyone who has written the test, there is a fruit to the test. ആമേൻ. കർത്താവ് അന്നേരം തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കൊടുത്തു. God gave an instantaneous result. ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ എഴുതുന്നത് എന്റെ LCSW എക്സാമിനേഷൻ വേണ്ടിയാണ്. എന്റെ ലൈസൻസിംഗ് എക്സാമിനേഷൻ ആണ്. Oh, the first time I got an instantaneous result was whenever I wrote my licensing exam. മറ്റേതൊക്കെ എഴുതിയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. And after I write down my other exams in the past, I would get my results a few weeks എന്നാൽ ഈ later. ക്വസ്റ്റ്യൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് വന്നേച്ച് പറയും പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന് പറയും. But after I submit my exam, it will immediately tell me if I passed or if I failed. അന്നേരം ആ നെഞ്ചിന്റെ ഇടിപ്പ് എന്തോ ഭയങ്കരാന്നറിയാം. Do you know what the great joy or the great anticipation that I have in my heart? അബ്രഹാം ജയിച്ച ഉടനെ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായി. Right after Abraham passed the test, there was a provision there. നിന്റെ ഏകജാതനായ പുത്രനെ നീ തരാൻ മടിക്കായിക കൊണ്ട്. Oh, because he was not reluctant to give his own son. നീ എന്നെ ഭയപ്പെടുന്നെന്ന് ഞാൻ അറിയുന്നു. I know that you fear me. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. Oh, the fear of the Lord is the beginning of the wisdom. ദൈവം പറയുന്നു നിന്റെ പുത്രനെ തരാൻ നീ മടിക്കാഞ്ഞത് കൊണ്ട്. Because you did not relent in giving to me ദൈവം your പറയാ, own son. ദൈവത്തിന്റെ അപ്രൂവലാണ്, നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. God is giving an approval to Abraham. I know that you fear me now. ആമേൻ. പുതിയ വാഗ്ദത്തങ്ങൾ ദൈവം കൊടുക്കുകയാണ്. God is giving Abraham new
promises. ഓ ദൈവത്തിന്റെ ഒരു പുതിയ പേര് അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. God is even changing his name, giving him a new name. യഹോവ ജൈറ എന്ന് പറഞ്ഞാൽ the Lord will see to it. ദൈവം അത് സാധിപ്പിച്ചു തരും. Oh, the name of God becomes Jehovah Jireh, the God who provides. അത് തന്നെയുമല്ല, Not only that, വീട്ടിൽ വന്ന് അബ്രഹാം കേട്ട വാക്ക് പേരെന്താണെന്നറിയാമോ? do you know what the name was whenever Abraham came home? ഓ 22:23 It says in 22:23. ഓ ഇസഹാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? Have you ever paid attention to that? ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോയ ആ അബ്രഹാം ദൈവത്തിന്റെ അപ്രൂവൽ നേരിട്ട് മേടിച്ച് തിരിച്ചു വന്നപ്പോൾ, When Abraham is coming back from Mount Moriah with the approval of God, വീട്ടിൽ വരുമ്പോ കേൾക്കുന്ന ഒരു കാര്യം, there's something that he hears when he comes home. ബന്ധു വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളാ കേൾക്കുന്നേ. He is hearing something from his relatives. റിലേറ്റീവ്സ് എന്നാ കേൾക്കുന്നേ. എന്താണെന്നറിയാമോ? അവിടെ പിള്ളേരൊക്കെ ഉണ്ടായി, There are children there, അവിടെ ഒരു പെങ്കൊച്ചുണ്ടായി. and there's a young girl there. ആ പെങ്കൊച്ചിന്റെ പേരെന്താ? And what is the name of the young girl? റെബെക്ക. Rebecca. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ അനുസരണം പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ, When your obedience comes to its fulfillment, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിനെ ദൈവം അന്ന് പുറത്തു കൊണ്ടുവരും. God will bring forth what he has prepared for you. ഓ കാൽവറിയിൽ പുത്രൻ തമ്പുരാൻ അനുസരണത്താൽ തികഞ്ഞവനായപ്പോൾ, When his son was obedient on the cross of Calvary, കാൽവറിയിൽ പുത്രൻ തമ്പുരാൻ തന്റെ അനുസരണത്താൽ തികഞ്ഞവനായപ്പോൾ, when the Son of God was made complete in his obedience on the അവന്റെ cross, വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടപ്പോൾ, when out of his side came forth blood and water, ഓ അവന്റെ ഭാര്യയായ ദൈവത്തിന്റെ തിരുസഭ അവിടെ ഉടലെടുക്കുകയായിരുന്നു. God was preparing the bride of Christ. അബ്രഹാം ഇസഹാക്കിനെ മോറിയാമലയിൽ യാഗം കഴിച്ച് മടങ്ങി വരുമ്പോൾ, When after Abraham is coming back from the mountain after sacrificing, അതിനുശേഷം കേൾക്കുന്ന പദം എന്താണെന്നറിയാമോ? റെബെക്ക ഉണ്ടായെന്ന. he is hearing the news that Rebecca is നിങ്ങൾ born. ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ Did you pay attention whenever I ministered from the word last 24th week? ചാപ്റ്ററിലാണ് ഇസഹാക്കിനെ നമ്മൾ വീണ്ടും കാണുന്നത്. We see in the 24th chapter once again Isaac. മുകളിലേക്ക് കയറിപ്പോയ മോറിയ മലയിലേക്ക് കയറിപ്പോയപ്പോൾ അബ്രഹാമും ഇസഹാക്കും ഉണ്ടായിരുന്നു. There's Abraham and Isaac, the ones who ascended Moriah. തിരിച്ചു വരുമ്പോൾ ഇസഹാക്കിനെ പറ്റി നമ്മൾ അവിടെ കാണുന്നില്ല. And when they come back, we don't see anything about Isaac. ഇസഹാക്കിനെ പറ്റി അവിടെ ഒന്നും എഴുതിയിട്ടില്ല. There's not written anything about Isaac. രണ്ടുപേരും മടങ്ങി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. We believe that both of them came back. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. But the word of God does not detail that. ഹല്ലേലൂയ. 23rd ചാപ്റ്ററിൽ അത് എഴുതിയിട്ടില്ല. It doesn't say it in the 23rd chapter. 24ാമത്തെ അധ്യായത്തിലാണ് പിന്നെ ഇസഹാക്കിനെ പറ്റി നമ്മൾ കാണുന്നത്. We hear about Isaac once again in the 24th chapter. കാൽവറിയുടെ മലമുകളിൽ എൻ്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നു. Oh, he became a sacrifice for our sins on the cross of Calvary. പിതാവായ ദൈവത്തിന്റെ തിരുഹിതത്തെ പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ നിവർത്തിച്ചു. Oh, the purposes of God the Father was made manifest on the cross of Calvary. ഹല്ലേലൂയ. പുത്രൻ തമ്പുരാന്റെ മണവാട്ടിയായ റിബേക്കയാകുന്ന ദൈവത്തിന്റെ തിരുസഭ കാൽവറിയിൽ ഉദയം ചെയ്തു. And God began to prepare his bride, the church of God, upon the cross of Calvary. അന്ന് പുത്രൻ തമ്പുരാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. And the Son of God ascended into heaven. ഇനിയും പുത്രൻ തമ്പുരാൻ ലോകം കാണുവാൻ പോകുന്നത് എന്നാണെന്ന് അറിയാമോ? Do you know when the Son will be seen again? മണവാട്ടി സഭ ഹല്ലേലൂയ ദൈവത്തെ യേശുവിനെ എതിരേൽക്കുവാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോഴാണ്. When the church of Christ, the bride of Christ, gets taken up to heaven for that wedding. അബ്രഹാമിന്റെ ഹിതത്തെ നിവർത്തിച്ച ഇസഹാക്ക്, Oh, the Abraham who had done the purposes of the Father. അബ്രഹാം മടങ്ങി വരുമ്പോൾ പിന്നെ ഇസഹാക്കിനെ പറ്റി നമ്മൾ അവിടെ കാണുന്നില്ല. We don't see Isaac again in after chapter 22. എന്നാൽ റിബേക്ക അവിടെ ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. We hear about the Rebecca being born. 24ാമത്തെ അധ്യായത്തിൽ ഐസക്കിനെ കാണുന്നത് എവിടെയാണ്? Do you know where we see Isaac again in chapter 24? വെളിപ്രദേശത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാം. We see Isaac who is sitting in a field in a country. ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? Do you know why you and I have been called? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പരീക്ഷകൾ പ്രതീക്ഷിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിരിക്കണം. You and I must expect testing from God. ഹല്ലേലൂയ. ദൈവത്തോട് എക്സ്പ്ലനേഷൻസ് പറയുവാനല്ല, വാഗ്ദത്തങ്ങൾ
വിശദീകരണങ്ങൾ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. We have not been called to give explanations, but to believe upon the promises of ദൈവത്തിന്റെ God. പ്രൊവിഷൻസിനെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. We must trust in the provisions of God. ദൈവത്തെ എന്നും മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. And we must seek to glorify God endlessly. മുൻപോട്ട് ദൈവം വെച്ചിരിക്കുന്നതായ ലാക്കിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. And we must continue to look forward and open our eyes to see what God has for us. ഓ മണവാളനെ നമ്മുടെ കണ്ണ് കാണുന്നില്ലെങ്കിലും If we don't see the groom before മണവാളൻ us, വരുമെന്ന് പറഞ്ഞാൽ അവൻ വന്നിരിക്കുക തന്നെ ചെയ്യും. oh, if the groom has said that he will എല്ലാവരും return, he will കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് return. നിൽക്കാം. Can we all stand in the presence പാട്ട് of God? പാടാൻ സമയമില്ല മോനെ. ആമേൻ. നമുക്ക് കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Can we all stand in the presence of God? ഹല്ലേലൂയ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് After the second great battle, you can play the piano as I'm talking. Amen. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് after the second great battle, ആമേൻ, പടയാളികൾ മടങ്ങി വരികയാണ്. the soldiers are coming back. പടയാളികൾ മടങ്ങി വരുമ്പോൾ As the soldiers are coming back, അവരൊരു കപ്പലിലാണ് മടങ്ങി വരുന്നത്. they're coming back in a ship. അവരെ സ്വീകരിക്കുവാൻ അമേരിക്കയുടെ പോർട്സിൽ അനേക ആൾക്കാർ കൂടിയിരിപ്പുണ്ട്. And there are so many great Americans that are there ready to receive them. ഓരോ കപ്പലും വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ വീട്ടുകാരും അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവരെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അനേക ആൾക്കാർ There are വന്നിട്ടുണ്ട്. so many people that are coming to decorate these soldiers that are coming back from Europe. ആമേൻ. ബോസ്റ്റന്റെ തീരത്തും ഒരു കപ്പൽ അണഞ്ഞു. ബോസ്റ്റന്റെ തീരത്തും ഒരു കപ്പൽ അണഞ്ഞു. And a ship was wrecked within the port of Boston. അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും അമേരിക്കൻ സോൾജേഴ്സ് ആയിരുന്നു. And most of the passengers within that boat were American soldiers. എന്നാൽ അതിനകത്ത് കർത്താവിന് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ വേല ചെയ്ത ഒരു മിഷണറിയും ഉണ്ടായിരുന്നു. But there was also a missionary that was doing work in South Africa. ഓരോ പടയാളികളെയും സ്വീകരിക്കുവാൻ വേണ്ടി ഓരോരുത്തർ വരുമ്പോൾ When everybody's coming to receive these soldiers, ആമേൻ, ഈ മനുഷ്യൻ തന്റെ ഒരു ഇരുമ്പ് പെട്ടിയും ഒരു സ്റ്റീൽ പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. this man is standing with a steel suitcase. ആരെങ്കിലും തന്നെ സ്വീകരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെ He's coming with the expectation that somebody would receive him. ആയിരക്കണക്കിന് ആൾക്കാരെ സ്വീകരിക്കുവാൻ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. There are thousands of people in this port of Boston. എല്ലാവരെയും സ്വീകരിച്ച് മാലയിട്ട് ഗാർലൻഡ് ചെയ്ത് അവർ കൊണ്ടുപോയി. And everybody is receiving their the expected ones, and they're decorating them, and they're taking them home. എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ തന്നെ ഇറങ്ങുമ്പോൾ And when everybody else has gotten off the ship, this man is coming off alone. ആ മനുഷ്യനെ സ്വീകരിക്കുവാൻ വീട്ടിൽപ്പെട്ടവരോ നാട്ടിൽപ്പെട്ടവരോ ഒരു മനുഷ്യന് പോലും ഇല്ലായിരുന്നു. There's nobody in his home, nobody even from his hometown there to receive him. ബോസ്റ്റന്റെ തീരത്ത് മുട്ടുകുത്തിക്കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. This man is setting foot in Boston, and he's saying like this: കർത്താവേ, ഞാൻ 10-25 വർഷക്കാലം സൗത്ത് ആഫ്രിക്കയിൽ നിനക്ക് വേണ്ടി വേല ചെയ്തു. Lord, I struggled for you for the past 10 or 15 years in നിനക്ക് South വേണ്ടി ഒരു Africa. തീര പടയാളിയായി ഞാൻ വേല ചെയ്തു. I became a soldier for you. 2 വർഷക്കാലം സെക്കൻഡ് വേൾഡ് വാറിൽ ജോലി ചെയ്ത പടയാളികൾ വന്നപ്പോൾ ആയിരക്കണക്കിന് പേർ വന്ന് അവരെ സ്വീകരിച്ചു. And there are these thousands of people to receive these soldiers who come from എന്നെ the world war. സ്വീകരിക്കുവാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. But there's not one person to ഒരു receive വ്യക്തി me. പോലും എന്നെ But സ്വീകരിക്കുവാനില്ലല്ലോ. there's not even one person to receive me. ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. This is how I read it. ആ മനുഷ്യൻ മുട്ടുകുത്തി നിന്നപ്പോൾ When this person knelt on the ആ ground, മനുഷ്യനോട് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി. the word of God, the voice of God became audible to this man. ഇവിടുത്തെ പടയാളികൾക്ക് അവരുടെ റിവാർഡ് കിട്ടി. The soldiers of this land got their reward. ഇവിടുത്തെ പടയാളികൾക്ക് അവിടുത്തെ റിവാർഡ് കിട്ടി. The soldiers of this land, of this earth, got their reward here. നിന്റെ സമയമായിട്ടില്ല. Your time has not yet come. നിന്നെ സ്വീകരിക്കുവാൻ കോടാനുകോടി ദൂതഗണങ്ങൾ അവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുന്നു. There are hordes of angels that are ready to receive you and celebrate you. കല്ലേറുകൊണ്ട് മരിച്ച സ്തെഫാനോസിനെ സ്വീകരിക്കുവാൻ പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിന്നെങ്കിൽ, Oh, if the Son stood up beside the throne of the Father to receive Stephen. ഇന്ന് പകൽക്കാലം വിശ്വസ്തയോടെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, Dear child of God who's going through spiritual struggles in your life. പ്രിയപ്പെട്ടവരെ അടക്കിയിട്ട് മടങ്ങി വരുമ്പോൾ നിന്റെ കണ്ണുനീർ വീണപ്പോൾ, When from your eyes tears fell. ഹല്ലേലൂയ, മാറാ രോഗങ്ങളാൽ നീ ബാധിക്കപ്പെട്ടപ്പോൾ, When you were bound by many sicknesses. ജീവിതത്തിൽ കർത്താവ്
കർത്താവേ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് വിടുതലില്ലാത്തതെന്ന് നീ ചോദിച്ചപ്പോൾ And you ask the Lord, why, Lord, is there no deliverance in my life? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തിയോ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അരുളിച്ചെയ്ത നാഥൻ. Oh, the God who said, in your weakness my strength is made perfect. കർത്താവ് നിങ്ങളോട് പറയുക, നല്ലവനും വിശ്വസ്തനുമായ ദാസന് എന്ന് പേരിന് വിളി കേൾക്കാൻ നീ വരാൻ തയ്യാർ സമയമായി. There's a time that will come when you will hear from the Lord, good and faithful servant. ഹല്ലേലൂയ.